While we are in emotions, our thoughts will never be rational. Here we are discussing such a topic of human bondage by Somerset Maugham. It is a novel and it is regarded as the autobiographical novel of Somerset Maugham. It is generally believed to be the masterpiece of Somerset Maugham that is published in 1915. 1915 ഈ നോവൽ പബ്ലിഷ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് റിഗാർഡഡ് ആസ് ദി മാസ്റ്റർ പീസ് ഓഫ് സോമർസെറ്റ് മോം. സോമർസെറ്റ് മോം വളരെ പ്രശസ്തനായ ഇംഗ്ലീഷ് എഴുത്തുകാരനാണ്. അദ്ദേഹത്തിന്റെ ഈ നോവൽ അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസ് ആയിട്ട് ഏറ്റവും പ്രശസ്തമായ കൃതിയായിട്ട് കണക്കാക്കപ്പെടുന്നു. ആൻഡ് the writer remarked that this is a novel, not an autobiography. Though much in it is autobiographical, more is pure invention. ഈ നോവല് ഓട്ടോബയോഗ്രഫിക്കൽ എലമെന്റ്സ് അടങ്ങിയ ഒരു നോവലാണ്. പക്ഷെ അദ്ദേഹം പറയുന്നത് ഇറ്റ് ഈസ് ഓൺലി എ നോവൽ ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ആൻ ഓട്ടോബയോഗ്രഫി. ഒരു ഓട്ടോബയോഗ്രഫി അല്ല, തന്റെ തന്നെ ജീവിതമാണ് ഇതിൽ വിവരിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നില്ല. മറിച്ച് ഇതിൽ കുറച്ച് അദ്ദേഹത്തിന്റെ ജീവിതവുമായിട്ട് കുറെ സാമ്യമുള്ള കാര്യങ്ങളുണ്ട് എങ്കിൽ തന്നെ അദ്ദേഹം പറയുന്നത് ഒരു ഓട്ടോബയോഗ്രഫി അല്ല എന്നാണ്. ആൻഡ് ഇറ്റ്സ് ഫസ്റ്റ് ടൈറ്റിൽ ഈസ് ബ്യൂട്ടി ഫ്രം ആഷസ്. ലേറ്റർ ഹി ചോസ് ഓഫ് ഹ്യൂമൻ ബോണ്ടേജ് ഫ്രം സ്പിനോസാസ് എത്തിക്സ്. അദ്ദേഹം ഈ നോവലിന് ആദ്യ പേര് നൽകിയത് ബ്യൂട്ടി ഫ്രം ആഷസ് എന്ന ബൈബിളിലെ ഒരു വാക്കാണ്, ബൈബിളിലുള്ള ഒരു ഫ്രേസ് ആണ് ബ്യൂട്ടി ഫ്രം ആഷസ്. ആ ഒരു ടൈറ്റിലായിരുന്നു ആദ്യം അദ്ദേഹം സെലക്ട് ചെയ്തത്. പക്ഷേ ലേറ്റർ ഹി ചേഞ്ച് ദ ടൈറ്റിൽ ടു ഓഫ് ഹ്യൂമൻ ബോണ്ടേജ് ആൻഡ് ദിസ് ടൈറ്റിൽ ഇസ് ടേക്കൺ ഫ്രം സ്പിനോസാസ് എത്തിക്സ്. സ്പിനോസയുടെ റൈറ്ററാണ്, വളരെ പ്രശസ്തനായ എഴുത്തുകാരനായ സ്പിനോസയുടെ എത്തിക്സ് എന്ന കൃതിയിലെ ഒരു ഭാഗമാണ് ഓഫ് ഹ്യൂമൻ ബോണ്ടേജ് എന്ന ആ ഒരു ഫ്രേസ്. അദ്ദേഹം ആ ഫ്രേസ് ആണ് പിന്നീട് ടൈറ്റിലാക്കി മാറ്റുന്നത്. And the Modern Library ranked this novel as number 26 on the list of 100 best English novels of the 20th century. 20ാം നൂറ്റാണ്ടിലെ ഏറ്റവും നല്ല 100 ഇംഗ്ലീഷ് നോവലുകളിൽ 66ാമത്തെ പൊസിഷനാണ് നമ്മളുടെ ഓഫ് ഹ്യൂമൻ ബോണ്ടേജ് എന്ന ഈ നോവലിന് കിട്ടിയിട്ടുള്ളത്. ആൻഡ് ഇറ്റ് വാസ് മെയ്ഡ് ഇൻ ടു ഫിലിംസ്. ഒരുപാട് ഫിലിംസ് അല്ലെങ്കിൽ അഡാപ്റ്റേഷൻസ് വന്ന ഒരു നോവലാണ്. വളരെ പ്രശസ്തമായ ഒരു നോവലാണ്, മാസ്റ്റർ പീസ് ആയിട്ടുള്ള ഒരു നോവലാണ്. അതോടൊപ്പം തന്നെ ഈ നോവൽ ഒരുപാട് സിനിമകളാക്കി മാറ്റപ്പെട്ട ഒരു നോവലാണ്. ആൻഡ് ദ നോവൽ ബിഗിൻസ് വിത്ത് ദ ഡെത്ത് ഓഫ് ഹെലൻ കാരി, ദ മദർ ഓഫ് 9-year-old ഫിലിപ്പ് കാരി. ഇതിലെ പ്രധാനപ്പെട്ട കഥാപാത്രം ഫിലിപ്പ് കാരിയാണ്. ഹി ഈസ് ദ പ്രൊട്ടഗോണിസ്റ്റ് ഓഫ് ദിസ് നോവൽ. ഈ നോവലിലെ ഫിലിപ്പ് കാരി 9 വയസ്സുള്ളപ്പോൾ അവന്റെ അമ്മ ഹെലൻ കാരി മരിക്കുന്നു. ആ ഒരു രംഗത്തോടു കൂടിയാണ് ഈ നോവൽ തുടങ്ങുന്നത്. ആൻഡ് ഫിലിപ്പ് ഹാസ് എ ക്ലബ് ഫുട്ട്. ഫിലിപ്പിന്റെ കാല് ക്ലബ് ഫുട്ടാണ്, അതായത് 2 കാലും വളഞ്ഞ ഒരു അവസ്ഥയിലുള്ള ഒരു കുട്ടിയാണ് ഫിലിപ്പ്. ആൻഡ് ഹി ലോസ്റ്റ് ഹിസ് ഫാദർ എ ഫ്യൂ മന്ത്സ് ഏർലിയർ. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് അവന്റെ അച്ഛനെ നഷ്ടമായി, ഇപ്പോഴ് അമ്മയെ നഷ്ടപ്പെട്ടു. അങ്ങനെ ഒരു അനാഥനായി മാറി. ഹി ബിക്കംസ് ആൻ ഓർഫൻ. ഒരു അനാഥനായി മാറിയ കുട്ടിയാണ് ഫിലിപ്പ്. ആൻഡ് ഹി ബിക്കേം ആൻ ഓർഫൻ നൗ ആൻഡ് ഈസ് സെൻഡ് ടു ഹിസ് അങ്കിൾ വില്യം കാരി ആൻഡ് ഓൺ ലൂയിസ ഇൻ ബ്ലാക്ക്സ്റ്റേബിൾ, എ ടൗൺ ഇൻ കെന്റ്. അങ്ങനെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട് അനാഥനായി മാറിയ ഫിലിപ്പിനെ അവന്റെ അങ്കിള് ഫിലിപ്പ് കാരിയും ആന്റി ലൂയിസയുമാണ് വളർത്തുന്നത്. അവര് താമസിക്കുന്നത് കെന്റ് എന്ന സ്ഥലത്തെ ബ്ലാക്ക് സ്റ്റേബിൾ എന്ന പ്രദേശത്താണ് താമസിക്കുന്നത്. അവിടേക്ക് ഫിലിപ്പ് പോകും. ഹിസ് അങ്കിൾ വില്യം കാരി വാസ് സോ കോൾഡ് ടുവേർഡ്സ് ഹിം, ബട്ട് ഹിസ് ഓണ്ട് ലൂയിസ ട്രൈസ് ടു ബി ലൈക്ക് ഹിസ് മദർ. അദ്ദേഹത്തിന്റെ അങ്കിൾ വില്യം കാരി അവനോട് വലിയ താല്പര്യമൊന്നും കാണിക്കാത്ത ഒരു പ്രകൃതമാണ്. അതായത് വലിയ താല്പര്യമൊന്നുമില്ല, നാടൻ നിന്നോട്ടെ എന്നുള്ള അർത്ഥത്തിൽ. അതേസമയം അദ്ദേഹത്തിന്റെ ഭാര്യ ലൂയിസയ്ക്ക് ഇവനോട് ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ തന്നെ തന്റെ മകനെ പോലെയാണ് അവര് ഈ ഫിലിപ്പിനെ കണക്കാക്കുന്നത്. ആൻഡ് ഫിലിപ്പ് റീഡ് എ ലോട്ട് ഓഫ് ബുക്സ് ഫ്രം ഹിസ് അങ്കിൾസ് കളക്ഷൻ. വില്യം കാരിയുടെ കളക്ഷനിൽ നിന്നും അദ്ദേഹത്തിന് ഒരു ലൈബ്രറി തന്നെയുണ്ട്. ആ ലൈബ്രറിയിൽ നിന്നും ധാരാളം ബുക്കുകൾ ഫിലിപ്പ് വായിക്കുന്നു. ആൻഡ് വിതിൻ എ ഇയർ ഹി വാസ് സെൻഡ് ടു എ ബോർഡിംഗ് സ്കൂൾ. നമ്മൾ നേരത്തെ പറഞ്ഞു അങ്കിളിന്
വളരെ തണുത്ത സ്വഭാവമാണ്, അദ്ദേഹത്തിന് വലിയ താല്പര്യമൊന്നുമില്ല. അങ്ങനെ ഒരു കൊല്ലം ആവുന്നതിന് മുൻപ് തന്നെ ഇവനെ ഒരു ബോർഡിങ്ങിലാക്കി. ആൻഡ് ഹിസ് അങ്കിൾ ആൻഡ് ഓൺ പ്ലാൻ ഫോർ ഹിം ടു അറ്റൻഡ് ഓക്സ്ഫോർഡ്. അവന്റെ അങ്കിളും ആന്റിയും അവനെ ഓക്സ്ഫോർഡിലേക്ക് അയക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഹിസ് ഡിസബിലിറ്റി ആൻഡ് സെൻസിറ്റീവ് നേച്ചർ മെയ്ഡ് ഹിം ഡിഫിക്കൽട്ട് ടു മേക്ക് ഫ്രണ്ട്സ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഹി ഹാസ് ക്ലബ് ഫുട്ട്, അവന്റെ കാലുകൾ വളഞ്ഞ ഒരു അംഗവൈകല്യമുള്ള ഒരു കുട്ടിയാണ്. അതുകൊണ്ട് ഹീസ് ഓൾസോ സെൻസിറ്റീവ് ഇൻ നേച്ചർ, വളരെ സെൻസിറ്റീവ് ആണ്, തൊട്ടാവാടിയാണ്. ഈ രണ്ട് സ്വഭാവവും ഈ രണ്ട് പ്രത്യേകതകളും ഉള്ളത് കാരണം ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു മേക്ക് ഹിം ഫ്രണ്ട്സ്. അവന് സുഹൃത്തുക്കളെ ഉണ്ടാക്കാൻ കഴിയില്ല. ആൻഡ് ഫിലിപ്പ് കുഡ് ഏൺ എ സ്കോളർഷിപ്പ് ദെയർ ബട്ട് ഹി ലാക്സ് ടു ഗോ ടു ജർമ്മനി. അങ്ങനെ ആ ഒരു ബോർഡിങ്ങിൽ ചേർന്നു. പക്ഷെ അവന്റെ ആന്റിയും അങ്കിളും ആഗ്രഹിക്കുന്നവനെ ഓക്സ്ഫോർഡിലേക്ക് വിടാനാണ്. അങ്ങനെ അവന് ഒരു സ്കോളർഷിപ്പ് ഒക്കെ നേടിയെടുക്കാൻ സാധിച്ചു. പക്ഷെ അവന് ഇഷ്ടം ജർമ്മനിയിലേക്ക് പോകാനാണ്. എല്ലാവരും കണക്കാക്കിയത് ഈ സ്കോളർഷിപ്പ് ഒക്കെ കിട്ടിയ കുട്ടി ഭാഗ്യവാനാണെന്നാണ്. പക്ഷെ അവന് ഇഷ്ടം ജർമ്മനിയിലേക്ക് പോകാനാണ്. ആൻഡ് ഇൻ ഹെൽസ്ബർഗ് ജർമ്മനി ഹി ലിവ്സ് അറ്റ് എ ബോർഡിംഗ് ആൻഡ് എൻജോയ് ലൈഫ്. അങ്ങനെ അവന്റെ ആഗ്രഹപ്രകാരം ഹി ഗോസ് ടു ജർമ്മനി. ആൻഡ് ഇൻ ഹെൽസ്ബർഗ്, ജർമ്മനിയിലെ ഹെൽസ്ബർഗ് എന്ന സ്ഥലത്ത് ഹി ലിവ്സ് അറ്റ് എ ബോർഡിംഗ്, ഒരു ബോർഡിങ്ങിൽ അവൻ പഠിക്കുന്നു. ആൻഡ് എൻജോയ് ലൈഫ്, അവന്റെ ജീവിതം ആസ്വദിക്കുന്നു. ഹിസ് ഗാർഡിയൻസ് പെർസ്യൂഡ് ഹിം ടു ഗോ ടു ലണ്ടൻ ഫോർ ആൻ അപ്രന്റീസ്ഷിപ്പ്. അവന്റെ ഗാർഡിയൻസ് അവനെ വീണ്ടും ആഗ്രഹിക്കുന്നത് ലണ്ടനിലേക്ക് പോയി അവിടെ ഒരു സഹായിയായി ജോലി ചെയ്യാനാണ്. ആൻഡ് ഹി ഗോസ് ഓൺ എ ബിസിനസ് ട്രിപ്പ് ടു പാരീസ് വിത്ത് വൺ ഓഫ് ഹിസ് മാനേജേഴ്സ് ആൻഡ് ഈസ് ഇൻസ്പയർഡ് ടു സ്റ്റഡി ഇൻ ഫ്രാൻസ്. അവൻ തന്റെ മാനേജർമാരിൽ ഒരാളുടെ കൂടെ ഫ്രാൻസിലേക്ക് പോകുന്നു. പാരീസിലേക്കാണ് പോകുന്നത്. ഒരു ബിസിനസ് ട്രിപ്പിൽ പോകുകയാണ്. അങ്ങനെ അവിടെ പോകുമ്പോൾ ആ സ്ഥലവും പ്രദേശവും ഒക്കെ ഇഷ്ടപ്പെട്ടിട്ട് ഫ്രാൻസിൽ പഠിക്കാനായിട്ട് ഒരവസരം നേടിയെടുക്കുന്നു. ആൻഡ് ഇൻ പാരീസ് ഹി അറ്റൻഡ്സ് ആർട്ട് ക്ലാസ്സസ് ആൻഡ് മേക്ക് ന്യൂ ഫ്രണ്ട്സ്. അങ്ങനെ പാരീസിൽ എത്തിച്ചേരുന്നു. അവൻ ഫ്രാൻസിൽ എത്തിച്ചേരുന്നു. ആ ഫ്രാൻസിൽ നിന്നും പാരീസിലേക്ക് അവിടെ ആർട്ട് പഠിക്കാനായിട്ട്, പെയിന്റിങ് പഠിക്കാനായിട്ട് ചേരുന്നു. അങ്ങനെ അവിടെ നിന്ന് വീണ്ടും കുറെ സുഹൃത്തുക്കളെ ഉണ്ടാക്കുന്നു. ആൻഡ് among them there is a poor and talentless but determined art student, ഫാനി പ്രൈസ്. അങ്ങനെ പാരീസിലെത്തുന്നവൻ അവനോടൊപ്പം പഠിക്കുന്ന ഒരു പെൺകുട്ടി. അവള് നല്ല പെൺകുട്ടിയാണ്, വളരെ സെൻസിറ്റീവാണ്, ടാലന്റ് കുറവാണ്, പക്ഷെ ഹാർഡ് വർക്കിംഗ് ആണ്. അങ്ങനെ ഒരു പെൺകുട്ടി, അവളുടെ പേര് ഫാനി പ്രൈസ്. അങ്ങനെ ഒരു പെൺകുട്ടിയുമായിട്ട് കൂട്ടുകൂടുന്നു. ആൻഡ് ഷീ ഫോൾസ് ഇൻ ലവ് വിത്ത് ഫീലിംഗ് ബട്ട് ഹി വാസ് അൺഅവെയർ ഓഫ് ഇറ്റ്. അങ്ങനെ ഈ പെൺകുട്ടി, ഫാനി പ്രൈസ് എന്ന ഈ പെൺകുട്ടിക്ക് ഫിലിപ്പിനോട് ഇഷ്ടം തോന്നുന്നു. പക്ഷെ ഫിലിപ്പ് ഇങ്ങനെ ഒരു സംഭവമേ അറിയുന്നില്ല. വൺ വേ ആണ്. ഫിലിപ്പ് ഇങ്ങനെ ഒരു സംഭവമേ അറിയുന്നില്ല. പക്ഷെ ഈ പെൺകുട്ടിക്ക് അവരോട് കടുത്ത പ്രേമമാവുന്നു. ആൻഡ് when she realizes that Philip has no such feelings, she commits suicide. അവൾ പിന്നീട് തിരിച്ചറിയുന്നു ഫിലിപ്പിന് തന്നോട് അങ്ങനെയുള്ള പ്രണയവും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് മനസ്സിലാക്കുന്ന ഫാനി പ്രൈസ് ആത്മഹത്യ ചെയ്യുന്നു. And knowing that he could not be a professional artist, Philip returns to his uncle's house in England to study medicine. അങ്ങനെ പാരീസിൽ കുറച്ച് നാൾ സ്പെൻഡ് ചെയ്തു. ആർട്ടിലൊക്കെ കുറച്ചൊക്കെ അത്യാവശ്യം വരയ്ക്കാൻ, പെയിന്റിങ് അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷെ അവന് മനസ്സിലായി ഹി കനോട്ട് ബി എ പ്രൊഫഷണൽ ആർട്ടിസ്റ്റ്. ഒരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് ആകാൻ തനിക്ക് കഴിയില്ല എന്ന് മനസ്സിലാക്കുന്ന ഫിലിപ്പ് തന്റെ അങ്കിളിന്റെ അടുത്തേക്ക് തിരിച്ചു വരുന്നു, ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചു വരുന്നു. ആൻഡ് ഹി now wants to study മെഡിസിൻ പഠിക്കാനാണ് ഇപ്പോൾ അവന് താല്പര്യം. ആൻഡ് ദാറ്റ് ഈസ് ദി ഏരിയ ഓഫ് ഹിസ് ഫാദർ. അവന്റെ അച്ഛന്റെ ഒരു ഏരിയ ആണ്, അതായത് അവന്റെ അച്ഛന് ഇഷ്ടപ്പെട്ട ഒരു മേഖലയാണ് മെഡിസിൻ. അവന്റെ അച്ഛന്റെ മേഖലയായിരുന്നു മെഡിസിൻ. അതേപോലെ ആ ഒരു മേഖലയിലേക്ക് തനിക്ക് വരണമെന്ന് ആഗ്രഹിച്ച് ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചു വരാൻ ഫിലിപ്പ് തീരുമാനിക്കും. അറ്റ് ദി മെഡിക്കൽ സ്കൂൾ ഹി മീറ്റ്സ് മിൽഡ്രഡ് ഹു വർക്ക്സ് ആസ് എ വെയിട്രസ് ഇൻ എ ടീ ഷോപ്പ്. അങ്ങനെ മെഡിക്കൽ ഫീൽഡിലേക്ക് അവൻ എത്തപ്പെടുന്നു. മെഡിസിൻ പഠിക്കാൻ ചേരുന്ന അവൻ മെഡിക്കൽ സ്കൂളിൽ നിന്നും മിൽഡ്രഡ് എന്ന ഒരു പെൺകുട്ടിയുമായിട്ട് പരിചയത്തിലാകുന്നു. അവളൊരു വെയിട്രസ് ആയിട്ട്, ഒരു ജോലിക്കാരിയായിട്ട് ഒരു ടീ ഷോപ്പിൽ ജോലി ചെയ്യാണ് മിൽഡ്രഡ്. അവളുമായിട്ട് ചങ്ങാത്തത്തിലാവുന്നു. ആൻഡ് ഹി ഫോൾസ് ഇൻ ലവ് വിത്ത് ഹെർ ആൻഡ് ദേ ഡേറ്റ് റെഗുലർലി. അങ്ങനെ ഈ മിൽഡ്രഡുമായിട്ട് പ്രണയത്തിലാകുന്നു. അങ്ങനെ സ്ഥിരം അവർ കാണുന്ന രീതിയിലേക്കൊക്കെ എത്തുന്നു. ആൻഡ് ഷീ ഡസൻറ്റ് ഷോ എനി അഫെക്ഷൻ ടുവേർഡ്സ് ഹിം. പക്ഷേ മിൽഡ്രഡ് ഫിലിപ്പും തമ്മിൽ അങ്ങനെ ഒരു ബന്ധമുണ്ടെങ്കിലും മിൽഡ്രഡിനോട് വലിയ
മിൽഡ്രഡിന് ഫിലിപ്പിനോട് വലിയ പ്രണയമൊന്നുമില്ല. ആൻഡ് വൺ ഡേ ഷീ ലെഫ്റ്റ് ഫിലിപ്പ് ബൈ സേയിങ് ദാറ്റ് ഹി വോണ്ട്സ് ടു മാരി അനദർ മാൻ. ഒരുമിച്ച് അവര് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യും, അങ്ങനെ ഒരുമിച്ച് കുറെ നാൾ ഉണ്ടായിരുന്നുവെങ്കിലും ഒരു ദിവസം ഫിലിപ്പിനോട് മിൽഡ്രഡ് പറയുന്നു ഷി വോണ്ട്സ് ടു മാരി അനദർ മാൻ. മറ്റൊരു വ്യക്തിയെ തനിക്ക് വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞ് ഫിലിപ്പിനോട് ബൈ ബൈ പറഞ്ഞ് നമ്മുടെ മിൽഡ്രഡ് പോകുന്നു. And the heartbroken Philip enters in another affair with Nora Nesbitt, a kind and sensitive author of penny romance novels. ഈ സമയത്ത് വളരെ ഹൃദയം തകർന്നു പോകുന്ന ഫിലിപ്പ് ആ ഒരു ഷോക്ക് മാറ്റാൻ മറ്റൊരു ബന്ധത്തിലേക്ക് ചാടി വീഴുന്നു. അത് നോറ നെസ്ബിറ്റ് എന്ന ഒരു പെൺകുട്ടിയുമായിട്ടാണ്. അവൾ വളരെ സെൻസിറ്റീവ് ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ, നേരത്തെ നമ്മൾ ആദ്യമേ പറഞ്ഞു വേറൊരു പെൺകുട്ടി അവൾ വളരെ സെൻസിറ്റീവ് ആയിരുന്നു. ഷീ കമ്മിറ്റ് സൂയിസൈഡ്, ഫാനി പ്രൈസ്. അതേപോലെ ഇവിടെയും നോറ നെസ്ബിറ്റ് എന്ന പെൺകുട്ടി വളരെ സെൻസിറ്റീവ് ആണ്. ആൻഡ് ഷീ ഈസ് ദ ഓതർ ഓഫ് റൊമാൻസ് നോവൽസ്. ചെറിയ ചെറിയ പ്രണയ നോവലുകളൊക്കെ എഴുതുന്ന ഒരു എഴുത്തുകാരിയാണ് നോറ നെസ്ബിറ്റ്. അങ്ങനെ ആ പെൺകുട്ടിയുമായിട്ട് പ്രണയത്തിലാകുന്നു. ആൻഡ് മിൽഡ്രഡ് റിട്ടേൺസ് ആസ് എ പ്രഗ്നന്റ് വൺ and confesses that the man never married her as he is already married and have 3 children. ഈ സമയത്ത് മിൽഡ്രഡ് ബൈ ബൈ അടിച്ചു പോയ മിൽഡ്രഡ് തിരിച്ചു വരുന്നു. എന്നിട്ട് ഫിലിപ്പിനോട് പറയുന്നു താനിപ്പോൾ പ്രഗ്നന്റ് ആണ്, തന്നെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ മനുഷ്യൻ തന്നെ കൈയൊഴിഞ്ഞു, വിവാഹം കഴിക്കില്ല, കാരണം അയാൾ ഓൾറെഡി മാരീഡ് ആണ്. അത് മാത്രമല്ല അയാൾക്ക് 3 മക്കളുമുണ്ട്, അതുകൊണ്ട് കല്യാണം കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അയാള് പിന്മാറി എന്ന് പറഞ്ഞ് തിരിച്ചു വരുന്നു. ആൻഡ് ഫിലിപ്പ് now breaks his relation with Nora and helps Mildred financially, which was heavy to Philip. മിൽഡ്രഡിന്റെ ഈ ഒരു അവസ്ഥയിൽ വളരെയധികം സങ്കടം തോന്നുന്നു ഫിലിപ്പിന്. പക്ഷേ അവന് ഇഷ്ടപ്പെട്ട പെൺകുട്ടിയാണ് മിൽഡ്രഡ്. അങ്ങനെ അവളുടെ തിരിച്ചു വരവോടുകൂടി നോറയുമായിട്ടുള്ള ബന്ധം ഫിലിപ്പ് ഉപേക്ഷിക്കുന്നു. അങ്ങനെ മിൽഡ്രഡുമായിട്ട് വീണ്ടും അവൻ അടുക്കുന്നു. അതേപോലെ ഫിനാൻഷ്യലി അവളെ സഹായിക്കാൻ തുടങ്ങുന്നു. പക്ഷെ ആ ഒരു സഹായം എന്നത് ഇറ്റ് ഈസ് ബിയോണ്ട് ഹിസ് കൺട്രോൾ. അവന്റെ നിയന്ത്രണത്തിനും അപ്പുറത്തുള്ള ചെലവുകളാണ് വരുന്നത്. ആ ചെലവുകൾ വഹിക്കാൻ അവൻ തയ്യാറാകുന്നു. ആൻഡ് ആഫ്റ്റർ ഗിവിംഗ് ബർത്ത് ടു ഹർ ബേബി ഷീ ഫോൾസ് ഇൻ ലവ് വിത്ത് ഫിലിപ്സ് ഗുഡ് ഫ്രണ്ട് ഹെൻറി ഗ്രിഫിൽഡ് ആൻഡ് റൺസ് എവേ വിത്ത് ഹിം. അങ്ങനെ നമ്മൾ പറഞ്ഞു ഈ നോറയുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ച് ഫിലിപ്പ് മിൽഡ്രഡിനെ സഹായിക്കാണ്. തന്റെ കഴിവിനും അപ്പുറത്തുള്ള ചെലവുകളൊക്കെ അദ്ദേഹം വഹിക്കുന്നു. ഈ ഒരു സമയത്ത് പ്രഗ്നന്റ് ആയ മിൽഡ്രഡ് പ്രസവം കഴിഞ്ഞിട്ട് നമ്മുടെ ഫിലിപ്പിനോട് പറയുന്നു അവന്റെ സുഹൃത്തായ ഹെൻറി ഗ്രിഫിൽത്തുമായിട്ട് അവൾക്ക് പ്രണയമാണ് എന്ന് പറഞ്ഞ് ഫിലിപ്പിനെ ഉപേക്ഷിച്ച് പോകുന്നു. And about a year later, Philip runs into Mildred and receives her again. ഏകദേശം 1 വർഷം കഴിഞ്ഞിട്ട് ഫിലിപ്പും മിൽഡ്രഡും വീണ്ടും കാണുന്നു. ആൻഡ് ഹി ഷോസ് അറ്റാച്ച്മെന്റ് ടുവേർഡ്സ് ഹർ ബേബി. അവളുടെ ബേബിയോട്, അവളുടെ ആ കുട്ടിയോട് ഇവൻ അറ്റാച്ച്മെന്റ് കാണിക്കുന്നു. വീണ്ടും 1 വർഷം കഴിഞ്ഞ് ഈ ചങ്ങാതിയും തേച്ചിട്ട് പോയി, അതായത് ഹെൻറി ഗ്രിഫിൽത്തും അവിടെ തേച്ചിട്ട് പോയി. അപ്പം വീണ്ടും തിരിച്ച് ഫിലിപ്പിന്റെ അടുത്ത് തന്നെ വന്നു. പക്ഷെ ഈ സമയത്ത് ഫിലിപ്പ് അവളുടെ കുട്ടിയോടാണ് ആ ഒരു സ്നേഹം കാണിക്കുന്നത്. When Philip rejects Mildred's advances, she destroys most of his belongings and leaves him forever. തന്റെ വീണ്ടും വന്നതിന് ശേഷം ഫിലിപ്പ് തന്റെ കുട്ടിയോട് മാത്രം അടുപ്പം കാണിക്കുന്നു. അവളോടൊരു സ്നേഹവും കാണിക്കാത്ത ആ ഒരു അവസ്ഥയിൽ മിൽഡ്രഡിന് ദേഷ്യമാവുന്നു. അവൾ അങ്ങനെ അവിടെയുള്ള അവന്റെ സാധനങ്ങളൊക്കെ നശിപ്പിക്കുന്നു. അങ്ങനെ അവനോട് ഗുഡ് ബൈ പറഞ്ഞു പോകുന്നു, എന്നേക്കുമായിട്ട് പോകുന്നു. ആൻഡ് ഫിലിപ്പ് ലെഫ്റ്റ് ദ ഹൗസ് ഇൻ ഷെയിം ആൻഡ് അർജന്റ് നീഡ് ഓഫ് മണി. നേരത്തെ നമ്മൾ പറഞ്ഞു ഇവളെ സഹായിച്ചപ്പോൾ തന്നെ ഒരുപാട് കടമൊക്കെ വാങ്ങിയാണ് സഹായിച്ചത്. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പൊട്ടിച്ച് സാധനങ്ങളെല്ലാം നശിപ്പിച്ച് കളഞ്ഞതുകൊണ്ട് അവന് പണത്തിന്റെ ആവശ്യം വന്നു. അതോടൊപ്പം തന്നെ നാണക്കേടാണ്, വീട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു കശപിശ കാരണം പോയതാണ്. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നാണക്കേടും ആ സാമ്പത്തിക പ്രതിസന്ധിയും കാരണം അവൻ അവിടെ വിട്ടു പോകുന്നു. And towards the end of the novel, he meets Mildred once again when she needs medical opinion. ഈ നോവലിന്റെ അവസാനം വീണ്ടും ഫിലിപ്പും മിൽഡ്രഡും തമ്മിൽ കാണുന്നു. ഈ സമയത്ത് അവൾക്ക് ആവശ്യം ഒരു മെഡിക്കൽ അഡ്വൈസ് ആണ്, വൈദ്യശാസ്ത്രപരമായ ഒരു സഹായമാണ് അവൾക്ക് വേണ്ടത്. നമ്മൾ പറഞ്ഞു ഫിലിപ്പ് മെഡിസിൻ പഠിച്ചതാണ്.
ഒരു മെഡിക്കൽ ഫീൽഡിന്റെ സഹായം അവൾക്ക് വേണം. കാരണം ഷീ ഈസ് നൗ സഫറിംഗ് ഫ്രം സിഫിലിസ്, എ സെക്ഷൽ ഡിസീസ്, ആസ് ഷീ വർക്ക്സ് ആസ് എ പ്രോസ്റ്റിറ്റ്യൂട്ട്. നമ്മൾ പറഞ്ഞു ഒരുപാട് പേരോടൊപ്പം ജീവിച്ചവളാണ്. സോ ഷീ വർക്ക്സ് ആസ് എ പ്രോസ്റ്റിറ്റ്യൂട്ട്, ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിനെ പോലെ അവള് ജീവിക്കാണ്. അങ്ങനെ ജീവിച്ചത് കൊണ്ട് സിഫിലിസ് എന്ന രോഗം സെക്ഷൽ ഡിസീസ് ആണ്, ലൈംഗികപരമായി വരുന്ന രോഗമാണ് സിഫിലിസ്. ആ ഒരു രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന അവസ്ഥയിലാണ് മിൽഡ്രഡ് ഉള്ളത്. അപ്പോൾ അവൾക്ക് അതിന് വേണ്ട വൈദ്യസഹായത്തിന് വേണ്ടിയിട്ടാണ് വീണ്ടും ഫിലിപ്പിന്റെ അടുത്തേക്ക് വരുന്നത്. ആൻഡ് ഫിലിപ്പ് അഡ്വൈസസ് her to stop the profession or stop the job, but she refuses. Philip advises her to stop the work, but she refuses. ഫിലിപ്പ് അവളോട് പറയുന്നു, നീ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രോസ്റ്റിറ്റ്യൂട്ട് എന്ന ജോലി അവസാനിപ്പിക്കണം എന്ന് പറയുന്നു. പക്ഷേ അവള് അതിനെ എതിർക്കുന്നു. അങ്ങനെ വീണ്ടും ഫിലിപ്പിന്റെ അടുത്ത് നിന്നും മിൽഡ്രഡ് പോകുന്നു. While working in a hospital, Philip befriends a family man, Thorpe Athenley. നമ്മൾ പറഞ്ഞു ഫിലിപ്പ് ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാണ്. അങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് തോർപ്പ് ആഥൻലി എന്ന വ്യക്തിയുമായിട്ട് ഫിലിപ്പ് ഫ്രണ്ട്ഷിപ്പ് ആകുന്നു, സൗഹൃദത്തിലാകുന്നു. ആൻഡ് അൺഎബിൾ ടു പേ ഹിസ് റെന്റ്, ഹി വാണ്ടേഴ്സ് ഇൻ ദ സ്ട്രീറ്റ് ആൻഡ് തോർപ്പ് ഫൈൻഡ് ഹിം എ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ ജോബ്. ഈ സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്ന അവസ്ഥയിലാണ് ഫിലിപ്പ് ഉള്ളത്. കാരണം കിട്ടിയ പൈസയേക്കാൾ കൂടുതലായിട്ട് മിൽഡ്രഡിനെ സഹായിച്ചു. അത് മാത്രമല്ല അവളെല്ലാം നശിപ്പിച്ചിട്ടാണ് പോയത്. അങ്ങനെ ഒരു സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്ന സമയത്താണ്, റെന്റ് കൊടുക്കാൻ വരെ, വാടക കൊടുക്കാൻ വരെ പൈസ ഇല്ലാത്ത സമയത്താണ് ഈ തോർപ്പിനെ കാണുന്നത്. അദ്ദേഹം സ്റ്റോർ, അതായത് മെഡിക്കൽ ഫീൽഡിന്റെ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ തന്നെയുള്ള ഒരു സ്റ്റോറിൽ ഒരു ജോലി നമ്മുടെ ഫിലിപ്പിന് റെഡിയാക്കി കൊടുക്കുന്നു, എക്സ്ട്രാ ജോബായിട്ട്. ആൻഡ് ഹിസ് ടാലന്റ് ഇൻ ഡ്രോയിങ് ഈസ് നൗ ഡിസ്കവേർഡ്. ഈ സമയത്ത് അദ്ദേഹത്തിന് വരയ്ക്കാനുള്ള കഴിവ് എല്ലാവരും അറിയപ്പെടാൻ തുടങ്ങി. After the death of his uncle William, Philip inherits money through which he completes his medical studies and becomes a licensed physician. അങ്ങനെ ഈ ഒരു കാലഘട്ടത്തിലാണ് അയാൾക്ക് വരയ്ക്കാനുള്ള കഴിവുണ്ടെന്ന് ആളുകൾ അറിഞ്ഞു തുടങ്ങിയത്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ അങ്കിൾ വില്യം ക്യാരി മരിക്കുന്നു. ആ മരിക്കുന്ന സമയത്ത് ഫിലിപ്പിന്റെ പേരിൽ കുറച്ച് പൈസ അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു പൈസ ഇവന് കിട്ടുന്നു, ഇൻഹെറിറ്റ് ചെയ്യുന്നു പരമ്പരാഗതമായിട്ട്. അതായത് ആ വില്യം പറഞ്ഞ തുക ഇവന് കിട്ടുന്നു. ആ പൈസ ഉപയോഗിച്ച് ഹി കംപ്ലീറ്റ്സ് ഹിസ് മെഡിക്കൽ സ്റ്റഡീസ്. ആ വൈദ്യ പഠനം, മെഡിസിൻ പഠിക്കണം നമ്മൾ പറഞ്ഞു, ആ പഠനം പൂർത്തിയാക്കുന്നു. ആൻഡ് ബിക്കംസ് എ ലൈസൻസ്ഡ് ഫിസിഷ്യൻ. അങ്ങനെ ഒരു ഫിസിഷ്യനായി മാറുന്നു. ഡോക്ടർ സൗത്ത്, എ ഫിസിഷ്യൻ, ഓഫേഴ്സ് എ പാർട്ണർഷിപ്പ് ഇൻ ഹിസ് മെഡിക്കൽ പ്രാക്ടീസ് ടു ഫിലിപ്പ്, or he refuses as he plans to visit Spain. ഈ സമയത്ത് ഡോക്ടർ സൗത്ത് എന്ന മറ്റൊരു ഫിസിഷ്യൻ അദ്ദേഹത്തിന്റെ ഒരു പാർട്ട്ണർഷിപ്പായിട്ട് നമുക്ക് ഈ ഒരു സ്ഥാപനത്തിൽ പാർട്ട്ണർഷിപ്പായിട്ട് നമുക്ക് ചെയ്യാമെന്ന് പറയുന്നു. പക്ഷേ നമ്മുടെ ഫിലിപ്പ് ഇത് സ്വീകരിക്കുന്നില്ല, ആ ഒരു പാർട്ട്ണർഷിപ്പ് സ്വീകരിക്കുന്നില്ല. കാരണം അയാൾ ആഗ്രഹിക്കുന്നത് സ്പെയിനിലേക്ക് പോകണം എന്നാണ്. അങ്ങനെ ഡോക്ടർ സൗത്തുമായിട്ടുള്ള പാർട്ട്ണർഷിപ്പ് ഫിലിപ്പ് താല്പര്യമില്ല എന്ന് പറയുന്നു. Philip now spends a small summer holiday with Thorpe Athenley's family and soon realizes that one of his daughters, Sally, likes him. ഈ സമയത്ത് ഒരു സമ്മർ ഹോളിഡേയില് തോർപ്പ് ആഥൻലീസ് ഫാമിലി അവരുടെ കുടുംബവുമായിട്ട്, ആ തോർപ്പിന്റെ കുടുംബവുമായിട്ട് കുറച്ച് ദിവസം അദ്ദേഹം ഫിലിപ്പ് സ്പെൻഡ് ചെയ്യുന്നു. അങ്ങനെ പെട്ടെന്ന് മനസ്സിലാവുന്നു ഈ തോർപ്പിന്റെ മക്കളിൽ ഒരു പെൺകുട്ടിക്ക്, സാലി എന്ന പെൺകുട്ടിക്ക് അവരെ ഇഷ്ടമാണ് എന്ന് മനസ്സിലാക്കുന്നു. ആൻഡ് ദേ എൻഗേജ് ഇൻ സെക്സ് ആൻഡ് ഷീ ഗോട്ട് പ്രഗ്നന്റ്. അങ്ങനെ ആ ഒരു ഇഷ്ടം സെക്ഷൽ റിലേഷനിലേക്ക് മാറുന്നു. അങ്ങനെ ഇവള് പ്രഗ്നന്റ് ആകുന്നു. ആൻഡ് ഫിലിപ്പ് ഡിസൈഡ്സ് ടു മാരി സാലി ആൻഡ് ആക്സെപ്റ്റ്സ് ഡോക്ടർ സൗത്ത് ഓഫർ ആസ് എ പാർട്ട്ണർ ഇൻ ഹിസ് മെഡിക്കൽ പ്രാക്ടീസ്. അങ്ങനെ സ്പെയിനിലേക്ക് പോകാൻ ആഗ്രഹിച്ച ഫിലിപ്പ് ഇങ്ങനെ ഒരു ട്രാപ്പിൽ കുടുങ്ങുന്നു. അങ്ങനെ അദ്ദേഹം തീരുമാനിക്കുന്നു സാലിയെ വിവാഹം കഴിക്കാം. അങ്ങനെ വിവാഹം കഴിച്ച് ഡോക്ടർ സൗത്തിന്റെ ആ ഒരു ആഗ്രഹപ്രകാരം അദ്ദേഹത്തിന്റെ പാർട്ണർഷിപ്പിൽ ഒരുമിച്ച് വർക്ക് ചെയ്ത് ഇവിടെ തന്നെ ബാക്കിയുള്ള ജീവിതം സ്പെൻഡ് ചെയ്യാമെന്ന് ഫിലിപ്പ് തീരുമാനിക്കുന്നു. ആൻഡ് ഹി സ്റ്റോപ്സ് ദ പെർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ് ആൻഡ് ഡിസൈഡ്സ് ടു ബി കണ്ടന്റ് വിത്ത് വാട്ട് ഈസ് നൗ ഇൻ ഹിസ് ഹാൻഡ്. തന്നോടൊപ്പം തനിക്ക് എന്താണോ ഇപ്പോൾ ഉള്ളത്
അതുമായിട്ട് സന്തോഷിച്ച് കൃത്യമായിട്ട് പോകാൻ ഇനിയുള്ള തന്നെ ഈ അലഞ്ഞു തിരിഞ്ഞ് നടക്കലൊക്കെ ഉപേക്ഷിച്ച് ഈ ഒരു കിട്ടിയതും കൊണ്ട് തൃപ്തിയായി ജീവിക്കാമെന്ന് ഫിലിപ്പ് തീരുമാനിക്കുന്നു. അങ്ങനെയാണ് ഈ നോവല് അവസാനിക്കുന്നത്. ആൻഡ് ദ ടൈറ്റിൽ നമ്മൾ പറഞ്ഞു, മോം ഡിസൈഡഡ് ടു ഗിവ് ബ്യൂട്ടി ഫ്രം ആഷസ് ഇൻ ദ ബിഗിനിങ്. ഈ നോവലിന് ബ്യൂട്ടി ഫ്രം ആഷസ് എന്ന ടൈറ്റിലാണ് കൊടുക്കാൻ തീരുമാനിച്ചിരുന്നത്. ബട്ട് ലേറ്റർ ഹി ടുക്ക് ദ ടൈറ്റിൽ ഓഫ് ഹ്യൂമൻ ബോണ്ടേജ് ഫ്രം സ്പിനോസാസ് എത്തിക്സ് പാർട്ട് 4 ഓഫ് ഹ്യൂമൻ ബോണ്ടേജ് ഓർ ദ സ്ട്രെങ്ത് ഓഫ് ഇമോഷൻസ്. സ്പിനോസയുടെ എത്തിക്സ് എന്ന ആ വർക്കിലെ പാർട്ട് 4-ലുള്ളതാണിത്. ഓഫ് ഹ്യൂമൻ ബോണ്ടേജ് അല്ലെങ്കിൽ ഓഫ് സ്ട്രെങ്ത് ഓഫ് ഇമോഷൻസ് എന്നാണ് ഇതിന്റെ പേര്. ദെൻ ഇതിനകത്ത് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്, വാട്ട് ആർ ദി ഓട്ടോബയോഗ്രഫിക്കൽ എലമെന്റ്സ് ഇൻ ദ നോവൽ. നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് ആൻ ഓട്ടോബയോഗ്രഫിക്കൽ നോവൽ ദോ ദ ഓഥർ denies that it is not an autobiography. ഓഥർ പറയുന്നത്, സോമർസെറ്റ് മോം പറയുന്നത് ഇതൊരു ഓട്ടോബയോഗ്രഫി അല്ല എന്നാണ്. പക്ഷെ ഇതിനകത്ത് കുറെ ഓട്ടോബയോഗ്രഫിക്കൽ എലമെന്റ്സ് ഉണ്ട്. അത് എന്തൊക്കെയാണെന്ന് എക്സാമിൽ ചോദിക്കാം. ഫസ്റ്റ് വൺ, മോം ഹാഡ് എ സ്റ്റാമർ വൈൽ ഫിലിപ്പ് ഹാഡ് എ ക്ലബ് ഫുട്ട്. ഇതിൽ ആദ്യം ഒരു ഫിസിക്കലി ചാലഞ്ച്ഡ് ആണെന്ന് പറഞ്ഞു നമ്മള്. ഫിലിപ്പിന്റെ പ്രശ്നം, ഹി ഈസ് ഹാവിങ് ക്ലബ് ഫുട്ട്. കാലുകൾ വളഞ്ഞ അവസ്ഥയിലാണ് ഫിലിപ്പിനുള്ളത്. പക്ഷേ സോമർസെറ്റ് മോമിന് സ്റ്റാമറിംഗ് ആണ്, വിക്കാണ് ഉണ്ടായിരുന്നത്. And he lost his parents early in his life and was sent with his uncle and aunt just like Philip. ഫിലിപ്പിനെ പോലെ തന്നെ സോമർസെറ്റ് മോം ചെറുപ്പത്തിൽ തന്നെ അനാഥനാകുന്നു. And he was sent to his uncle and aunt for his life. അദ്ദേഹത്തിന്റെ ബാക്കി ജീവിതം അങ്കിളിന്റെയും ആന്റിയുടെയും കൂടെയാണ്. പിന്നീട് he also studied medicine. ഫിലിപ്പിനെ പോലെ തന്നെ അദ്ദേഹവും മെഡിസിൻ പഠിച്ചിട്ടുണ്ട്. Though he was not an artist, he was also interested in painting. അദ്ദേഹം ഒരു ആർട്ടിസ്റ്റ് അല്ലായിരുന്നെങ്കിലും വളരെയധികം പെയിന്റിങ്ങിനോട് വളരെയധികം താല്പര്യമുള്ള ആളായിരുന്നു. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ കൃതികളിൽ we can know the names of some artists. അദ്ദേഹത്തിന്റെ കൃതികളിൽ ഈ പെയിന്റേഴ്സിന്റെ പേരുകൾ നമുക്ക് കാണാൻ സാധിക്കും. These are the main points. Hope you enjoyed it. Thank you.